Today we will begin with the fringe benefits, right? Yesterday we have seen what is perquisites, and with the fringe benefits today we will be wind upping the compensation management, that chapter. Clear? So the fringe benefits means is a benefit which supplements the employee's ordinary wages, clear, and which is value to them and their family, so that that can increase their retirement benefit. അതാണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്. അതായത് എംപ്ലോയീസിൻ്റെ ഒറിജിനൽ സാലറി സപ്ലിമെൻറ്റ് ചെയ്യണത്, അതിനെ കൂട്ടുന്ന ഒരു ഇത്. ഇപ്പോൾ നമുക്ക് സപ്ലിമെൻ്ററി ടു റെഗുലർ വേജസ് ആൻഡ് സാലറി. ക്ലിയർ? ഇപ്പോൾ എന്തൊക്കെ തരത്തിലാവാം? സപ്ലിമെൻ്ററി കോമ്പൻസേഷൻസ് കൊടുക്കാം, ഷിഫ്റ്റ് കൊടുക്കാം, ഹോളിഡേ പേ കൊടുക്കാം, പെയ്ഡ് വെക്കേഷൻ, ദാറ്റ് ഓൾ ആർ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ്. Employee security can be given, health benefits can be given, ESI ഒക്കെ കൊടുക്കാറുണ്ട്. ഓൾഡ് ഏജ് ആൻഡ് റിട്ടയർമെൻറ്റ് പെൻഷൻ ഇസ് എ കൈൻഡ് ഓഫ് ഫ്രിഞ്ച് ബെനിഫിറ്റ്. ക്ലിയർ? അപ്പോൾ നിങ്ങൾക്ക് ഫ്രിഞ്ച് ബെനിഫിറ്റ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ക്ലിയർ? ആൻഡ് ലെറ്റ് മീ സേ ദാറ്റ് മെയിൻ തിങ് വാട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദ ഫ്രിഞ്ച് ബെനിഫിറ്റ് ഇസ് ദാറ്റ് ഇറ്റ് ഇസ് സപ്ലിമെൻ്ററി ടു റെഗുലർ വേജസ്. ക്ലിയർ? സപ്ലിമെൻ്ററി ടു റെഗുലർ വേജസ്. റെഗുലർ വേജസിന് സപ്ലിമെൻ്ററി ആയിട്ടാണ് ഇത് ആക്ട് ചെയ്യണത്. ക്ലിയർ? ഇറ്റ് ഈസ് പെയ്ഡ് ടു ഓൾ. അത് വ്യത്യാസമൊന്നും കൊടുക്കില്ല. ദിസ് ഈസ് പെയ്ഡ് ടു ഓൾ. ഈ ഒരു ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ഒരു പെർഫോമൻസിൻ്റെ ബേസിസിലോ അത് ഇൻസെൻറ്റീവോ ഒന്നുമല്ല. ഇറ്റ് ഈസ് പെയ്ഡ് ടു എവ്രി വൺ ഇൻ എ ഈക്വൽ സെൻസ്. ക്ലിയർ? ആൻഡ് ഇറ്റ് ഈസ് എൻ ഇൻഡയറക്റ്റ് കോമ്പൻസേഷൻ. ഇറ്റ് ഈസ് എൻ ഇൻഡയറക്റ്റ് കോമ്പൻസേഷൻ. ക്ലിയർ? അപ്പോൾ ഇതൊരു എഫിഷ്യൻസിയുമായിട്ട് റിലേറ്റ് ചെയ്തതൊന്നുമല്ല. ആൻഡ് യു ക്യാൻ സേ ദാറ്റ് ഇറ്റ് റേസസ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ക്ലിയർ? സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് റേസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് അനദർ പോയിന്റ് വിച്ച് യു ക്യാൻ സേ. ആൻഡ് നെക്സ്റ്റ് ഇസ് ദാറ്റ് ഒരു ഒന്നുകിൽ സ്റ്റാറ്റ്യൂട്ടറി ആവാം ബെനിഫിറ്റ്സ്, അല്ലെങ്കിൽ വോളണ്ടറി ആവാം. നമുക്ക് നിർബന്ധമായിട്ടും ഉള്ള ഫ്രിഞ്ച് ബെനിഫിറ്റ്സിനെയാണ് സ്റ്റാറ്റ്യൂട്ടറി എന്ന് പറയുക. മറ്റത് ഒരു ഓർഗനൈസേഷൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കണേന്. എക്സാമ്പിൾ നമുക്ക് പറയാന്ന് വെച്ചാൽ പി എഫ് ഇസ് എ സ്റ്റാറ്റ്യൂട്ടറി, നിർബന്ധമായിട്ടുള്ളതാണ് പി എഫ്, അല്ലേ? സ്റ്റാറ്റ്യൂട്ടറി ബെനിഫിറ്റ്, ഫ്രിഞ്ച് ബെനിഫിറ്റ്. നേരെ മറിച്ച് ഹൗസിങ്, ചില ആൾക്കാർക്ക് ഹൗസിങ് റെൻറ്റ് കൊടുക്കും, ദാറ്റ് ഈസ് വോളണ്ടറി. അത് ഒരിക്കലും സ്റ്റാറ്റ്യൂട്ടറി അല്ല, വോളണ്ടറി ആയിട്ടാണ് ആക്ട് ചെയ്യണത്. ക്ലിയർ? ദീസ് ആർ ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ്, മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ്. ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്താ എന്ന് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ക്ലിയർ? ആൻഡ് ലെറ്റ് us see what are the objectives. എന്തിനാണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ്, എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ജോബ് ഇത്രയും അട്രാക്റ്റീവ്? ഒരുപാട് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് പ്രകാരം അതർ കൺസേൺസിനും ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് കൊടുത്തോളണം, നിർബന്ധമായിട്ടുള്ള ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് പറയുമ്പോൾ ഒബ്ജക്റ്റീവ്സ് ആർ വെരി ഈസി. ഏറ്റവും ആദ്യം എന്താ വെച്ചാൽ ഇത്രയും ബെനിഫിറ്റ്സ് കൊടുക്കുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ ഇസ് ദാറ്റ് ദ എംപ്ലോയീസ് ആർ റീറ്റെയിൻഡ് ഇൻ ദ ഓർഗനൈസേഷൻ. ക്ലിയർ? എംപ്ലോയീസ് ആർ റീറ്റെയിൻഡ് ഇൻ ദ ഓർഗനൈസേഷൻ. സോ വെറും എംപ്ലോയീസ് അല്ല റീറ്റെയിൻ ചെയ്യണത്, ദ ബെസ്റ്റ് എംപ്ലോയീസ് ഗെറ്റ്സ് റീറ്റെയിൻഡ്, ദേ ഡോണ്ട് ഗോ ഓഫ് ഓഫൺ. Clear? And certain hazards gets protected. Protection from hazards. What all hazards you have in life? Protection from hazards. എന്ത് hazards ഒക്കെ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാവുക? നമുക്ക് റിട്ടയർമെൻറ്റ് ഇസ് എ ഹസാർഡ്. ഗെറ്റിംഗ് ലൈഫ് ഇൻഷുറൻസ് വെൻ യു ആർ സിക്ക് ഇസ് എ ഹസാർഡ്. അല്ലെ, നമുക്ക് അസുഖം വരിക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹസാർഡാണ്. അതിനൊരു സേഫ് ഗാർഡ് നമുക്ക് ലൈഫിലുണ്ട് വെച്ചാൽ യു ഫീൽ മോർ ഹാപ്പി. ക്ലിയർ? And it improves the motivation. Sure, it motivates the employees. Clear? And also that increases the morale of the employees. തീർച്ചയായും എംപ്ലോയിക്ക് ഒരു കൂടുതൽ ഓർഗനൈസേഷനോട്, സ്ഥാപനത്തിനോട് കുറച്ചും കൂടി വാല്യൂ കൂടുകയാണ്. ക്ലിയർ? ഇറ്റ് ഇംപ്രൂവ്സ് ദ, ഈ ഒരു പോയിന്റിൻ്റെ കണ്ടിന്യൂവേഷനാണ്. വർക്ക് എൻവയൺമെൻറ്റ് ഗെറ്റ് ഇംപ്രൂവ്ഡ്. ക്ലിയർ? വർക്ക് എൻവയൺമെൻറ്റ് ഇംപ്രൂവ്ഡ് ആവുകയാണ്. ഈസ് ഇറ്റ് ക്ലിയർ ഫോർ യു? ഓക്കെ. ആൻഡ് നെക്സ്റ്റ് ഇസ് ദാറ്റ് ഇത്രയും ഒബ്ജക്റ്റീവ്സ് അല്ല ഉള്ളൂ. ഇറ്റ് എൻഷുവേഴ്സ് health of the employees is safeguarded, safety of the employees,
ഈവൻ വെൽഫെയർ ഓഫ് ദ എംപ്ലോയീസ്. ഈ മൂന്ന് കാര്യങ്ങളും ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് കൊണ്ട് എൻഷുർ ചെയ്യാണ് ദാറ്റ് ദ എംപ്ലോയീസ് ആർ സേഫ്. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് ഇസ് ദാറ്റ് to meets the demand of the trade unions to develop a sense of belongingness clear? belongingness കൊണ്ടുവരാൻ പറ്റും. അത് ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. പബ്ലിക് ഇമേജ് ഗെറ്റ്സ് to improve the image of the organization. To improve, കാരണം ഓർഗനൈസേഷൻ ഇത്രയൊക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടതെന്നുള്ളതൊരു വലിയ കാര്യമല്ലേ. ഓർഗനൈസേഷൻ്റെ ഇത് ഇംപ്രൂവ് ചെയ്യും. ക്ലിയർ? ആൻഡ് ലെറ്റ് us see what are the kinds of fringe benefit. ഏതൊക്കെ kinds of fringe benefit ആണ് നമുക്കുള്ളത്. ടോപ്പിക്ക് വളരെ എളുപ്പമായതുകൊണ്ടാണ് ഐ എം ഗോയിങ് ഇൻ എ ഫാസ്റ്റ് പേസ്. ക്ലിയർ? kinds of fringe benefits. ഏതൊക്കെയാണ് kinds of fringe benefit? Statutory payments such as pension is a kind of fringe benefit. Clear? Pension ഒരു kind of fringe benefit ആണ്. And even unemployment insurance. ഇൻഷുറൻസ് ഇസ് ഓഫ് മെനി വേസ്. ഗ്രൂപ്പ് ഇൻഷുറൻസ് ഉണ്ട്, അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസ് ഉണ്ട്, അതൊക്കെ ഉണ്ട്. ആൻഡ് പേയ്മെൻറ്റ് ഫോർ പെൻഷൻ, റെസ്റ്റ് ഓർ ലീവ് വിത്ത് പേ, പേയോട് കൂടിയ ലീവ്, ദാറ്റ് ഈസ് അനദർ ടൈപ്പ് ഓഫ് ഫ്രിഞ്ച് ബെനിഫിറ്റ്. ക്ലിയർ? ആൻഡ് ഈവൻ വൺ തിങ് ഇസ് ദാറ്റ് അതർ ബെനിഫിറ്റ്സ് സച്ച് ആസ് പ്രോഫിറ്റ് ഷെയറിങ്. അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് ഫോർ ടൈം നോട്ട് വർക്ക്ഡ്, ചില സമയത്ത് നമ്മൾ ലീവ് എടുത്താൽ നമുക്ക് പൈസ കിട്ടാറുണ്ട്, സാലറി. പേയ്മെൻറ്റ് ഫോർ ടൈം നോട്ട് വർക്ക്ഡ്, വർക്ക് ചെയ്യാത്ത സമയത്തിനുള്ളത്, അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫ്രിഞ്ച് ബെനിഫിറ്റാണ്. ഇനി ഏതൊക്കെ ഫ്രിഞ്ച് ബെനിഫിറ്റാണ് ഇന്ത്യയിൽ നിലവിലുള്ളത്? ഇത് മാത്രമൊന്നുമല്ല, ട്യൂഷൻ ഫീസിലുള്ള ഇളവ്, ഫെസ്റ്റിവൽ അലവൻസ്, ഇതൊക്കെ ഫ്രിഞ്ച് ബെനിഫിറ്റിനുള്ളതാണ്. ക്ലിയർ? ആൻഡ് ലെറ്റ് us see what are the fringe benefits in India. ഇന്ത്യയിൽ കൊടുക്കുന്ന കുറച്ച് ഫ്രിഞ്ച് ബെനിഫിറ്റ്സിൻ്റെ എണ്ണമാണ് നമ്മൾ പറയുന്നത്. ക്ലിയർ? ആൻഡ് ഫസ്റ്റ് ഇസ് പേയ്മെൻറ്റ് ഫോർ ടൈം നോട്ട് വർക്ക്ഡ്. ക്ലിയർ? പേയ്മെൻറ്റ് ഫോർ ടൈം not worked. It can be in many ways. Paid holidays ആവാം. ക്ലിയർ? അപ്പോൾ നമുക്ക് ഏപ്രിൽ മെയ് മാസത്തിൽ സാലറി കിട്ടുന്നുണ്ട് വെച്ചാൽ പെയ്ഡ് ആയിട്ടുള്ള ഹോളിഡേയ്സ് ആണ്. ക്ലിയർ? ഷിഫ്റ്റിന് പ്രീമിയം കൊടുക്കാം. ഷിഫ്റ്റ് ക്യാൻ ബി ഗിവൺ പ്രീമിയം. ഇതൊക്കെ പേയ്മെൻറ്റ് ഫോർ ടൈം നോട്ട് വർക്ക്ഡ് ആണ്. ക്ലിയർ? ഹോളിഡേ പേ ക്യാൻ ബി ഗിവൺ. ഇതൊക്കെ ഇന്ത്യയിലുള്ളതാട്ടോ. holiday pay can be given. Is it clear for you? And even paid vacation. Clear? Paid vacation is a form. Paid vacation. Employee security. That is the second. പേയ്മെൻറ്റ് ഫോർ ടൈം നോട്ട് വർക്ക്ഡ്, ഈ രീതിയിലുള്ള പേയ്മെൻറ്റ് ഫോർ ടൈം ആണ് നമ്മൾ കൊടുക്കുന്നത്. ദാറ്റ് മീൻസ് പെയ്ഡ് ഹോളിഡേയ്സ് ഉണ്ടാവാം, ഷിഫ്റ്റ് ഉണ്ടാവാം, ഹോളിഡേ പേ ഉണ്ടാവാം, പെയ്ഡ് വെക്കേഷൻ ഉണ്ടാവും. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് ഇസ് ദാറ്റ്, അടുത്ത ഒരു മെത്തേഡാണ് എംപ്ലോയീസിന് സെക്യൂരിറ്റിക്ക് വേണ്ടി കൊടുക്കുന്ന ഫ്രിഞ്ച് ബെനിഫിറ്റ്സ്. ഇന്ത്യയിലുള്ളതാണ്. ഇന്ത്യയിൽ ഏതൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യണത്. എംപ്ലോയി സെക്യൂരിറ്റി. Clear? Security given to the employee. അപ്പോൾ ഏതൊക്കെ രീതിയിലുള്ള എംപ്ലോയി സെക്യൂരിറ്റി ഉള്ളത്? ESI, Payment of Wages Act 1936, Payment of Wages Act 1948, Payment of Bonus Act 1965, and the Industrial Disputes Act 1947 provides for the payment of compensation in case of layoff and retrenchment.
ക്ലിയർ. സെക്യൂരിറ്റി, സുഖമില്ലാതെ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നമുക്കുള്ള സെക്യൂരിറ്റി ഈ ആക്റ്റുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ആക്ട് പ്രകാരമുള്ള എല്ലാതും നമ്മുടെ ഓർഗനൈസേഷൻ ചെയ്യേണ്ടതാണ്. ക്ലിയർ. ആൻഡ് സെക്കൻഡ് ഇസ് സേഫ്റ്റി ആൻഡ് ഹെൽത്ത്. സേഫ്റ്റി ആൻഡ് ഹെൽത്തുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. ക്ലിയർ. ഫാക്ടറീസ് ആക്ട് 1948 ഹെൽത്ത് ശ്രദ്ധിക്കണം, പ്രത്യേകിച്ചും എഗെയിൻസ്റ്റ് ആക്സിഡൻറ്റ്സ് ആൻഡ് ടു പ്രൊട്ടക്ട് ദ വർക്കേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ക്ലിയർ. സേഫ് വർക്കിംഗ് കണ്ടീഷൻ എൻഷുർ ചെയ്യണം. സേഫ് വർക്കിംഗ് കണ്ടീഷൻ. ക്ലിയർ. ഈസ് ഇറ്റ് ക്ലിയർ ഫോർ യു? സേഫ് വർക്കിംഗ് കണ്ടീഷൻ എൻഷുർ ചെയ്യണം. ആൻഡ് നെക്സ്റ്റ് ഇസ് വർക്ക്മെൻസ് കോമ്പൻസേഷൻ. വർക്ക്മെൻസ് കോമ്പൻസേഷൻ അതും നമ്മുടെ ഇന്ത്യയിൽ നിലവിലുള്ള ഒരു ടൈപ്പ് ഓഫ് ഫ്രിഞ്ച് ബെനിഫിറ്റ് ആണ് വർക്ക്മെൻസ് കോമ്പൻസേഷൻ. ഇസ് ഓൾ റൈറ്റ്. സോ വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ട് ഉണ്ട്. 1923 വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ട്. ആ ആക്റ്റിൽ പറയുന്നുണ്ട് എന്തൊക്കെ സേഫ്റ്റി മെഷേഴ്സാണ്, കോമ്പൻസേഷൻസ് എന്തൊക്കെ കൊടുക്കേണ്ടി വരും. ഒരു ഇൻ കേസ് ഒരു വർക്കർ മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വർക്കറിന് ഒക്യുപ്പേഷണൽ ഡിസീസ് വന്നു കഴിഞ്ഞാൽ all that is a sole responsibility of the employee. Occupational disease means atmosphere issues ഉണ്ടായി, അതിനുള്ള വല്ല ഡിസീസും വന്നു കഴിഞ്ഞാൽ it is the responsibility of the employer to provide workmen's compensation. Clear. And next you have health benefits. Clear. Health benefits ആണ് അടുത്ത പോയിന്റ്. Health benefits in the sense that medical services like hospitals, clinical and dispensary facilities to employees can be provided. ESI facilities can be provided. ഇതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന സിക്നസ് ബെനിഫിറ്റ് ഉണ്ടാവും, മെറ്റേണിറ്റി ബെനിഫിറ്റ് ഉണ്ടാവും, ഡിസേബിൾമെൻറ്റ് ബെനിഫിറ്റ് ഉണ്ടാവും, ഡിപ്പെൻഡൻറ്റ് ബെനിഫിറ്റ് ഉണ്ടാവും, മെഡിക്കൽ ബെനിഫിറ്റ് ഉണ്ടാവും. ഇറ്റ് ക്യാൻ ബി എനി സോർട്ട് ഓഫ് ബെനിഫിറ്റ്. സിക്നസ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സുഖമില്ലാതായി നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റാണ്. മെറ്റേണിറ്റി എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീക്ക് കുട്ടിയെ നോക്കാൻ 6 monthsോളം ഉള്ള മെറ്റേണിറ്റി ബെനിഫിറ്റ്. ഡിസേബിൾമെൻറ്റ് ബെനിഫിറ്റ് നമുക്ക് ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺസിന് കമ്പനി പ്രൊവൈഡ് ചെയ്യണ ബെനിഫിറ്റാണ്. ഈ രീതിയിലൊക്കെ ഉള്ള ബെനിഫിറ്റ്സ് ആണ് ഹെൽത്ത് ബെനിഫിറ്റ്സിൽ കവർ ചെയ്യണത്. ക്ലിയർ. ആൻഡ് നെക്സ്റ്റ് ഇസ് next you have voluntary arrangements. Voluntary arrangements എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? വോളണ്ടറി അറേഞ്ച്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഹെൽത്ത് ഒക്കെ ഫ്രീ ഓഫ് കോസ്റ്റ്. ചില മിക്ക ഓർഗനൈസേഷനിലും ഇല്ല കേട്ടോ, എന്നാലും ചില ഓർഗനൈസേഷൻ ശരിയാക്കുന്നുണ്ട്. അവരവരുടെ ഹോസ്പിറ്റൽസ് ഉണ്ടാവും. വോളണ്ടറി എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ അവർ മാത്രമായിട്ട് ചെയ്യുന്നതിനെയാണ് വോളണ്ടറി ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ നമുക്കൊരു ക്വാർട്ടേഴ്സ് തരിക, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഹോസ്പിറ്റൽ അവർക്കുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിൽ കാണിക്കാവുന്ന എല്ലാ കോസ്റ്റും ഫ്രീ ആക്കി തരാം. ഇതൊക്കെ വോളണ്ടറി ഓർഗനൈസേഷൻ ഇതിൽ വരുന്നത് വോളണ്ടറി ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ആണ്. ആൻഡ് നെക്സ്റ്റ് യു ഹാവ് വെൽഫെയർ ആൻഡ് റിക്രിയേഷൻ ഫെസിലിറ്റീസ്. ഇന്ന് പല ഓർഗനൈസേഷനും ചെയ്യുന്നുണ്ട്, കാരണം സ്ട്രെസ്സ് വളരെ ഇൻക്രീസ്ഡ് ആണ്. അപ്പോൾ റിക്രിയേഷൻസ് ഒരുപാട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓർഗനൈസേഷൻസ്. സോ ആ ഫെസിലിറ്റീസൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ കുറച്ചും കൂടി എംപ്ലോയീസിൻ്റെ ഇടയിൽ സാറ്റിസ്ഫാക്ഷൻ കൂടും. റിക്രിയേഷണൽ ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ ക്യാൻറ്റീൻസ് പ്രൊവൈഡ് ചെയ്യുക, കൺസ്യൂമർ സൊസൈറ്റീസ്, ഹൗസിംഗ്, എംപ്ലോയി കൗൺസിലിംഗ്, വെൽഫെയർ ഓർഗനൈസേഷൻ, ഹോളിഡേ ഹോംസ്, എഡ്യൂക്കേഷണൽ ഫെസിലിറ്റി, പാർട്ടീസ്, പിക്നിക്സ്, ഗെയിംസ് ഒക്കെ അറേഞ്ച് ചെയ്യാറുണ്ട്. എല്ലാ വീക്കെൻഡിലും പാർട്ടി അറേഞ്ച് ചെയ്യാറുണ്ട്. ഗ്ലോബലൈസേഷൻ വന്നപ്പോൾ ഒരുപാട് ഓർഗനൈസേഷൻസ് ഫ്രം ദ എബ്രോഡ് സ്റ്റാർട്ടഡ് ടു കം അപ്പ്, ആൻഡ് ഈവൻ ദേ ഓൾ ആർ ഡൂയിങ് ഓൾ ദീസ് ടൈപ്സ് ഓഫ് റിക്രിയേഷൻ ഫെസിലിറ്റീസ് ടു അട്രാക്ട് ദ എംപ്ലോയീസ്, ബിക്കോസ് ഓൺലി ദിസ് വിൽ റെഡ്യൂസ് ദ സ്ട്രെസ് ഓഫ് ദ എംപ്ലോയീസ്. സ്ട്രെസ് ലെവൽ കുറയ്ക്കാനുള്ള മെത്തേഡ്സ് ആണ് എല്ലാവരും നോക്കുന്നത്. ക്ലിയർ. ആൻഡ് നെക്സ്റ്റ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് വാട്ട് ഈസ് അവൈലബിൾ ഇസ് ഓൾഡ് ഏജ് ആൻഡ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ്. ക്ലിയർ. ഓൾഡ് ഏജ് ആൻഡ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ്. ഓൾഡ് ഏജ് ആൻഡ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് ആണ് അടുത്തത് പറയണത്. അതിനൊരു ക്ലാരിറ്റി കുറവ്.
ഓൾഡ് ഏജ് ആൻഡ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ്. ഓൾഡ് ഏജ് ആൻഡ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് പറയുമ്പോൾ നേരത്തെ പറഞ്ഞു PF ഉണ്ടാവും, പെൻഷൻ ഉണ്ടാവും, ഗ്രാറ്റുവിറ്റി, മെഡിക്കൽ ബെനിഫിറ്റ്സ്. ക്ലിയർ? എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ആക്ട് ഉണ്ട്, എംപ്ലോയീസ് പെൻഷൻ ഫണ്ട് ആക്ട് ഉണ്ട്, പെൻഷൻ ഫാമിലി പെൻഷൻ ഉണ്ട്. ഇപ്പോൾ ഞാൻ മരിച്ചു പോയാലും എന്നെ ഡിപ്പെൻഡ് ചെയ്യണ എൻ്റെ ഹസ്ബൻഡിന് അവർക്ക് വേറൊരു ജോലി ഉണ്ടായാലും ഇല്ലെങ്കിലും എൻ്റെ പെൻഷൻ അവർക്ക് കിട്ടും. ഇഫ് ഐ എം എ റിട്ടയർഡ് പേഴ്സൺ റിസീവിങ് പെൻഷൻ. അങ്ങനെ ഫാമിലിക്കും കൂടിയും ഒരു സെക്യൂരിറ്റി, ഡിപ്പെൻഡഡ് ആയിട്ടുള്ള മക്കളുണ്ടെങ്കിൽ അവർക്ക് സെക്യൂരിറ്റി, ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദീസ് ആർ ഓൾ അബൌട്ട് ദ what is taken today about the fringe benefits. Fringe benefits എന്താ എന്ന് പറഞ്ഞു. Objectives of fringe benefits I told. What are the kinds of fringe benefit? Clear? And I told what are the benefits that is available in India. ഇന്ത്യയിലുള്ള ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എല്ലാം ആഡ് ചെയ്ത് തന്നു. ആൻഡ് നെക്സ്റ്റ് ഇസ് മാനേജ്മെൻറ്റ് ഓഫ് ഗ്രീവിയൻസസ്. ഗ്രീവിയൻസസ് ഹാൻഡ്ലിങ് എങ്ങനെയാണെന്നുള്ളതാണ് അടുത്ത ദിവസം നമ്മൾ പറയാൻ പോണത്. ആൻഡ് യു ഹാവ് ഡിസിപ്ലിൻ ആൻഡ് പണിഷ്മെൻറ്റ്. ആൻഡ് വൺ മോർ ഇസ് ദർ, വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ്. വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻ്റ് ഒക്കെ ശരിക്കും 1 hour ക്ലാസ് കൊണ്ട് തീരുന്നതാണ്. 3 chapters ആയിട്ടാണ് കവറപ്പ് ചെയ്യണത്. ഓക്കെ, ടേക്ക് കെയർ, ബൈ ബൈ.